എമ്പുരാൻ 500 കോടി അടിച്ചിട്ടുണ്ട്. എമ്പുരാൻ ലാഭമാണ്. എമ്പുരാൻ 500 കോടി. പൃഥ്വിരാജ് 325 കോടി പോസ്റ്റ് വന്നപ്പോൾ ഇല്ല, പൃഥ്വിരാജ് കള്ളം പറയുകയാണ്. എമ്പുരാൻ 500 കോടി അടിച്ചിട്ടുണ്ട്. എമ്പുരാൻ വലിയ ലാഭമാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചില പൊട്ടക്കണക്കിലെ തവളകളായ മോഹൻലാൽ ഫാൻസിനെ കുറിച്ചാണ്. അവരിപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിന് 100 കോടി രൂപ നേടിക്കൊടുത്ത ഒരു സിനിമയായിട്ടാണ്. കാരണം ആ സിനിമ വലിയ വിജയമായിരുന്നു. 260 കോടി രൂപ 260 കോടി ക്ലബ്ബിൽ കയറിയില്ലേ. അപ്പോൾ പ്രൊഡ്യൂസറിന് 260 കോടി രൂപ കിട്ടിയില്ലേ. പിന്നെ ബിസിനസ്സിൽ കൂടെയും 325 കോടി രൂപയോളം സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചില്ലേ. വെറും 200 കോടി രൂപ 220 കോടി രൂപയല്ലേ ഉള്ളൂ അതിൻ്റെ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബാക്കി 105 കോടി രൂപ ഈ സിനിമയുടെ ലാഭമല്ലേ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ചിലർ പറയുന്നത് ഈ സിനിമയ്ക്ക് 100 കോടിയെ ബഡ്ജറ്റ് ഉള്ളൂ എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. അവരുടെ പ്രൊഡ്യൂസർ തന്നെ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അവരെ അവസാന നിമിഷം സഹായിക്കാൻ വന്ന നമ്മുടെ ഗോപാലൻ ചേട്ടൻ ചേട്ടൻ വരെ പറഞ്ഞു ആ സിനിമയ്ക്ക് 180 കോടി രൂപ ബഡ്ജറ്റ് ഉണ്ട്. അത് പ്ലസ് GST വരും, പ്ലസ് പ്രൊമോഷൻ ടാക്സ് വരും, പ്രൊമോഷൻ വരും. ഇതെല്ലാം കഴിഞ്ഞ് കൂട്ടുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും കൂട്ടുമ്പോൾ 18% GST ഇട്ടാൽ പോലും 210 കോടി രൂപ പ്രൊമോഷൻ്റെ എക്സ്പെൻസ് വേറെ വരും. അങ്ങനെ പോലും 220 കോടി രൂപയ്ക്ക് മുകളിൽ ഇതിന്റെ ബഡ്ജറ്റ് കയറി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഗോപാലൻ ചേട്ടൻ പറഞ്ഞതിനെ വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നതല്ലോ, ഗോപാലൻ സാറിൻ്റെ അടുത്ത് പൃഥ്വിരാജ് കള്ളം പറഞ്ഞതായിരിക്കും ഇത് ഏറ്റെടുക്കാൻ വേണ്ടി. ഈ സിനിമയ്ക്ക് 180 കോടി രൂപ ബഡ്ജറ്റ് ഉണ്ട്, അതുകൊണ്ട് ഗോപാലൻ ചേട്ടൻ ഒരു 90 കോടി രൂപ തരണം എന്ന് പൃഥ്വിരാജ് കള്ളം പറഞ്ഞതായിരിക്കും എന്നാണ് ചില മോഹൻലാൽ ഫാൻസ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ഏകദേശം 100 കോടി രൂപയെ ബഡ്ജറ്റ് ഉള്ളൂ. പക്ഷേ ഈ സിനിമയ്ക്ക് 200 കോടി രൂപയെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഗോപാലൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 90 കോടി രൂപ വാങ്ങിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കള്ളം പറഞ്ഞാണ് പൃഥ്വിരാജ്, അല്ലെങ്കിൽ കള്ളം പറഞ്ഞാണ് ആന്റണി പെരുമ്പാവൂർ നമ്മുടെ ഗോപാലൻ ചേട്ടൻ ഇതിനകത്ത് വലിച്ചിട്ടത് എന്നൊക്കെയാണ് ചില വിവരം കെട്ട ചില മോഹൻലാൽ ഫാൻസുകാർ പറഞ്ഞത്. ഇതിനകത്ത് നമുക്കറിയാമെന്നുള്ളത് പോലെ തന്നെ മോഹൻലാൽ ഫാൻസുകാരായിട്ടുള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അവർ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത്, ഈ എമ്പുരാനെ സപ്പോർട്ട് ചെയ്ത് ഇഷ്ടം പോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്നാൽ അവരിൽ ആരും ഒരാൾ പോലും എമ്പുരാൻ വിജയമാണെന്നുള്ള രീതിയിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ യൂട്യൂബിൽ, എമ്പുരാൻ ഈ സക്സസ് ഓർ അല്ലെങ്കിൽ എമ്പുരാന്റെ വെർഡിക്റ്റ് എന്താണ്. എമ്പുരാൻ എന്ന് പറയുന്നത് അൾട്ടർ ഫ്ലോപ്പാണ്, ഡിസാസ്റ്റർ. അതിന്റെ ബഡ്ജറ്റ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അത് ഡിസാസ്റ്റർ ആണെന്ന് സമ്മതിക്കാൻ കഴിയില്ലെങ്കിൽ നിന്നെയൊക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റും നീയൊക്കെ ഉളുപ്പില്ലാത്ത മോഹൻലാൽ ഫാൻസ് ആണെന്നുള്ള കാര്യം. അത് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാണ്. നമുക്ക് കരയേണ്ടൊന്നും ആവശ്യമില്ല. എൻ്റെ കണ്ണിൽ കണ്ണീരൊന്നും വന്നിട്ടില്ല. നിന്റെയൊക്കെ വിവരക്കേട് പറയുമ്പോൾ നീയൊക്കെ പറയും, അയ്യോ മമ്മൂട്ടി ഫാൻസ് കരയുന്നത്. ആ മമ്മൂട്ടി ഫാനും അല്ല, ഒന്നുമല്ലടേ. മമ്മൂട്ടിയുടെ ഏത് പടമാണ് നല്ല പടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങിയത് ഡൊമിനിക്ക് വെറും വേസ്റ്റ്. അത് മാത്രമല്ല, മറ്റേ ബസൂക്ക എന്ന് പറഞ്ഞ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ആ സിനിമയെ വെറും വേസ്റ്റ് ആക്കി കളഞ്ഞിരിക്കുകയാണ്. ഞാൻ ഉറപ്പിച്ച് പറയൂടെ, നീ മമ്മൂട്ടി ഫാൻസ് നീ മമ്മൂട്ടിയിലൊന്നും പറഞ്ഞിട്ട് വരണ്ട. ഈ ചാനൽ ഒരു ഫാൻസുകാരെ പറയുന്നില്ല. കാരണം മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും വെറും ചവറാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനി പറയരുത് നീ മമ്മൂട്ടിയുടെ ഇത് കൊണ്ടുവരില്ല, നിന്റെയൊക്കെ ഉളുപ്പില്ലായ്മയും നിന്റെയൊക്കെ ഈ വിരവലും നിന്റെയൊക്കെ കിടന്ന് മെഴുകലും ഇതൊക്കെ കണ്ട് നീയൊക്കെ ആദ്യം പറഞ്ഞ 400 കോടി ബിസിനസ് നടന്ന സിനിമയാണ്. അപ്പോൾ പൃഥ്വിരാജ് 325 വായിൽ വിരൽ വെച്ചുകൊണ്ട് പൃഥ്വിരാജ് കള്ളം പറഞ്ഞാണ്. പൃഥ്വിരാജ് ഇത് ED പേടിച്ചിട്ട് പൃഥ്വിരാജ് അതിൻ്റെ കളക്ഷൻ കുറച്ച് കാണിച്ചതാണ് എന്നൊക്കെയാണ് നീയൊക്കെ പറയുന്നത്. അപ്പോൾ നിന്റെയൊക്കെ വിവരമില്ലായ്മയെ വിഷ്ണു എന്ന് പറഞ്ഞെടുത്തോണ്ട് ഒരു പൊട്ടൻ അവൻ പറയുന്നത് വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് വലിയൊരു കളക്ഷനാണ്. ഈ സിനിമ മലയാളം കണ്ട എക്കാലത്തെ വലിയ വിജയമാണ് എന്ന്. പിന്നെ വേറെ അതിനകത്ത് ഇംഗ്ലീഷിൽ മാത്രമേ അവൻ കമന്റ് ഇട്ടുള്ളൂ. അവൻ പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഗുഡ് സക്സസ് ഓഫ് കേരള ഓഫ് മലയാളം മോളിവുഡ് ഇൻഡസ്ട്രി. ഇറ്റ് ഈസ് എ വെരി ഗുഡ് സക്സസ് ഫിലിം ഇൻ ദി മലയാളം ഇൻഡസ്ട്രി. ഇറ്റ് ഈസ് ദി ടോപ്പ് കളക്റ്റഡ് സിനിമ എന്നൊക്കെ പറയാൻ എന്തൊക്കെ ഇംഗ്ലീഷിൽ വായിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവൻ പോലും ഇപ്പം അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ 325 കോടി പൃഥ്വിരാജ് പറഞ്ഞത് ഇത് തിയേറ്റർ ബിസിനസ് ആണ്, അല്ലാതെ അതർ ബിസിനസ് അല്ല, തിയേറ്റർ ബിസിനസ്. അവനൊക്കെ എത്ര വിവരം ഉണ്ടെന്നാണ് ഞാൻ ഇതുപോലുള്ള വിവരമില്ലാത്തവന്മാരാണ് മോഹൻലാൽ ഫാൻസിലുള്ളതെന്ന് പറയുമ്പോൾ മോഹൻലാലിന് പോലും ഒരു നാണം തോന്നുന്നില്ല എന്നാണ് എനിക്ക് പറയുന്നത്. ഇവനെയൊക്കെ പോലുള്ളവന്മാരെ താഴ്ത്തി കെട്ട് തന്നെ വേണം. അല്ലെങ്കിൽ ഇത് പറയണം, മോഹൻലാൽ തന്നെ വെളിയെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഒരു സക്സസ് അല്ല. പക്ഷേ നമ്മൾ സക്സസിന് വേണ്ടിയാണ് ശ്രമിച്ചാൽ, നല്ലൊരു സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അന്തസ്സുണ്ട്. അല്ലാതെ സിനിമ വിജയമെന്ന് പറഞ്ഞാൽ നീയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് നീയൊക്കെ കാരണം തന്നെയാണ് മോഹൻലാൽ ഇതുപോലുള്ള അധപതനത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് എന്താണുള്ളത്? മോഹൻലാൽ എന്താണ് അഭിനയിച്ച് കാഴ്ചവെക്കാതിരിക്കുന്നത്? അതിനകത്ത് ഒന്നുമില്ല. ഞാൻ ഇന്നലെ ഒരു കോമഡി കേട്ടു, പൃഥ്വിരാജ് മോഹൻലാലും കൂടെ തമ്മിലൊരു കോമഡി. 5 ഡയലോഗ് തരാമെന്ന് പറഞ്ഞ് എനിക്ക് 5 ഡയലോഗ് തന്നവനാണ് എന്ന് മോഹൻലാൽ പൃഥ്വിരാജിനോട് പറയുന്നു. എന്നിട്ട് പറയുന്നത്, നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേടാ ഇത് സ്റ്റീഫ ഖുറേഷി ഡയലോഗ് തരാമെന്ന്. അത് അങ്ങനെയാണ് ചേട്ടാ പറഞ്ഞത്. സ്റ്റീഫ
കുറേശ്ശേക്ക് ഡയലോഗ് തരാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ട്രോൾ ഇപ്പം തന്നെ വന്നു തുടങ്ങി. OTT വരും മുമ്പ് തന്നെ ട്രോൾ നിറയുകയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. എന്നിട്ട് നിന്റെയൊക്കെ ഒരു ഉളുപ്പില്ലായ്മയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. പൊട്ടന്മാരെന്ന് വെച്ചാൽ ലോക പൊട്ടന്മാരാണ് ചില മോഹൻലാൽ ഫാൻസ്. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേ പേര് അത് സമ്മതിച്ചിട്ടുണ്ട്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ വൻ പരാജയമാണ്. മലയാളം കണ്ട എക്കാലത്തെ വലിയ പരാജയപ്പെട്ട സിനിമയാണ് എമ്പുരാൻ എന്നുള്ള കാര്യം. അതായത് ഞാൻ പറയുന്നത് അതിൻ്റെ ബഡ്ജറ്റ് വെച്ച് താരതമ്യം ചെയ്യുമ്പോഴാണ്. അല്ലാതെ ഈ സിനിമ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 325 കോടി രൂപ എന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരു ഇതുമില്ല. 325 കോടി രൂപ നേടിയിട്ടുണ്ട്. ടോട്ടൽ ബിസിനസ്സിലൂടെ 325 കോടി നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഞാൻ അവരെ വിശ്വസിക്കുകയാണ്, അവർ പറഞ്ഞ വിശ്വസിക്കുകയാണ്. കാരണം അവരുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ അവരാണ് അത് വെളി വീഴേണ്ടത്. എന്താണ് അവരുടെ കളക്ഷൻ എന്നും എന്താണ് അവരുടെ ബിസിനസ് എന്നും. അപ്പോൾ അവരെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുകയാണ്. അല്ലാതെ നിന്നെ പോലെ അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞാലും ഡയറക്ടർ പറഞ്ഞാലും അതിൻ്റെ നടൻ പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കില്ല. നിനക്കൊക്കെ ഒരു മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ എമ്പുരാൻ 500 കോടി അടിച്ചിട്ടുണ്ട്, എമ്പുരാൻ ലാഭമാണ്, എമ്പുരാൻ 500 കോടി. പൃഥ്വിരാജ് 325 കോടി പോസ്റ്റ് വന്നപ്പോൾ ഇല്ല, പൃഥ്വിരാജ് കള്ളം പറയുകയാണ്, എമ്പുരാൻ 500 കോടി അടിച്ചിട്ടുണ്ട്, എമ്പുരാൻ വലിയ ലാഭമാണ്. എങ്ങനെ പറയുന്ന മന്ദബുദ്ധി കേസുകളാണ് നീയൊക്കെ എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഇതൊരു മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ചാനലായതുകൊണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ ഉളുപ്പില്ലാത്ത ഇതിൻ്റെയൊക്കെ കുറേ കമന്റ് ഡയലോഗുകൾ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നന്ദി, നമസ്കാരം.